Today we're gonna look MCQ from my mother at 66. I hope we can start now, right? Yes, Devika, I saw you. Good morning. Good morning, Devika. Welcome to our classroom. Very good morning. Okay, so let's wait for a few minutes. Let's see. നമുക്ക് കുറച്ചും കൂടി ആൾക്കാർ വരുമോ നോക്കാം. ഒരു ഫ്യൂ മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ ദേവിക കാണാണ്ട്. Yes. One more truth or dare. പേരറിയില്ല. ദേവിക ഉണ്ട്. One more person we have with us. പേരെന്താ? ട്രൂത്ത് ഓർ ഡെയർ? ഞാൻ പറയണത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം, ഓഡിബിൾ ആണെങ്കിൽ. ഓക്കെ, എല്ലാവരും വരുന്നവർ ബുക്സ്, അതുപോലെ തന്നെ ക്ലാസ് റൂമിന് വേണ്ടിയിട്ടൊരു ബുക്സ് നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പുസ്തകം കയ്യിൽ വെക്കണം. കാരണം നമ്മൾ MCQ ചെയ്യാൻ പോകുന്നത് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിലൊന്നുമല്ല. നമ്മൾ നാച്ചുറലായിട്ട് ക്ലാസ്സിൽ, ഇപ്പം മീൻസ് ക്ലാസ്സിൽ എങ്ങനെയാണ് ചെയ്യുക അതേപോലെയാണ് ചെയ്യുന്നത്. അപ്പം ഹലോ ഹായ്. അപ്പം അതിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ടായിട്ട് എഴുതിയെടുക്കാൻ പാകത്തിന് റെഡി ആയിട്ട് വേണം നിങ്ങൾ ഇരിക്കാനായിട്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പെന്നും പുസ്തകവും ഉണ്ടാവണം. റണ്ണിങ് നോട്ട്സ് പോലെ എഴുതിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ക്ലാസ് കേൾക്കില്ല, നമ്മൾ ഈ ഡിസ്കഷനോട് കൂടിയിട്ട് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും പഠിച്ചു പോകും കൂടിയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് പിന്നെ വേറൊരു സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടിയും വരില്ല. പിന്നെ ഇപ്പോൾ ലൈവ് മിസ്സാവുന്നവർ ഇത് പിന്നീടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്കിത് സെയിം എക്സസൈസ് തന്നെ ചെയ്യാൻ പറ്റും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എഴുതുക, ഓരോ നോട്ട്സും എഴുതുക. നമ്മൾ ക്ലാസ്സിൽ ലെക്ചർ നോട്ട് എഴുതില്ലേ, അതുപോലെ എഴുതണം. ഓക്കെ ഓക്കെ. ഓക്കെ, ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ 3-4 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ പ്ലേലിസ്റ്റിൽ കിട്ടും, ലിങ്ക് കിട്ടും. ആ വീഡിയോസ് കിട്ടും. നിങ്ങൾ അതിൽ നോക്കൂ. ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫിഗർ ഓഫ് സ്പീച്ചിൽ നമ്മൾ കുറച്ച് എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതാണ് ചെയ്യാത്തതുണ്ട്, വേണ്ടത് ഏതാണെന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കത് ചെയ്യാം കേട്ടോ. ഓക്കെ, സിമിലി, മെറ്റഫോർ, അസോണൻസ്, കോൺസണൻസ്, പിന്നെ റെപ്പിറ്റേഷൻ, ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ദേവികയോട് പറയുന്നത്. ദേവികയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പം ദേവിക അത് ഒന്ന് പ്ലേലിസ്റ്റിൽ പോയി നോക്കൂ. അപ്പോൾ അവിടെ കിട്ടും, ലിങ്ക് കിട്ടും. അത് നോക്കിയാൽ മതി. ഇനി അതിൽ കൂടുതൽ വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ 2-3 ഐറണി, പാരഡിയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. യെസ്, ഓക്കെ. ഓക്കെ, പാരഡോക്സ്, ഐറണി, ഡിഫറൻസ്. ഓക്കെ, ഞാൻ ചെയ്യാം. ഒരു ചെറിയൊരു വീഡിയോ ആക്കി ചെയ്യാം കേട്ടോ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ദേവിക തന്നെയാണോ തോന്നുന്നു അല്ലേ ആ റിക്വസ്റ്റ് ഇട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് ഞാൻ ചെയ്ത് വെക്കാം. ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. ലെറ്റർ ടു എഡിറ്റർ, MCQ ടേം 1. ഓക്കെ, നമ്മളിപ്പോൾ MCQ ചെയ്യാൻ പോണത് മദർ 66-ലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് എക്സാമിന് മുൻകാലങ്ങളിൽ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുള്ളൂ. അത്രയും ക്വസ്റ്റ്യൻസ്, ഇത് ചെറിയൊരു പോയം കൂടിയാണല്ലോ. അപ്പോൾ നമ്മളത് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുള്ളൂ. പിന്നെ ലെറ്റർ ടു എഡിറ്റർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെയും ഫോർമൽ ലെറ്ററിൻ്റെയും ഫോർമാറ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അഗെയിൻ അത് ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നില്ലാണെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, അപ്പോൾ കിട്ടും. ഓക്കെ, ലെറ്റർ ടു എഡിറ്ററും ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററിൻ്റെയും ഫോർമാറ്റിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നോക്കണം കേട്ടോ. ഇനി വേറെ എന്താ, ഒത്തിരി പേര് ആയോ? നമുക്ക് തുടങ്ങിയാൽ MCQ ഡിസ്കഷൻ തുടങ്ങിയാൽ ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യുക അല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് ലൈവ് ഉണ്ടാവുമെന്ന്? അതുപോലെ തന്നെ ക്ലാസ്സിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരുടെ അടുത്തൊക്കെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അവർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ അവർക്ക് ഇതുപോലെ നമ്മുടെ ഡിസ്കഷനിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇൻക്ലൂഡഡ് ആവാമല്ലോ. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? അതോ ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യണോ? 1 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് തീർക്കണം. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ തീരും, വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ ചെറിയ പോമാണ്. അതുപോലെ തന്നെ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. നമ്മുടെ മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിക്കും, ഞാൻ ആൻസറിന് ചെയ്യും. അതായത് ഒരു ഡിസ്കഷൻ, ഇതിലൂടെ നമ്മളത് പഠിക്കും. ആ ക്വസ്റ്റ്യനുമായി ആൻസറോട് പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ കയ്യിൽ പെന്നും പേപ്പറും ഉണ്ടായിരിക്കണം, ക്വസ്റ്റ്യൻസ് എഴുതണം, അത് റണ്ണിങ് നോട്ട് പോലെ എഴുതി പോകണം കേട്ടോ. ഓക്കെ, എൻ്റെ ദേവിക എന്തോ പറയുന്നുണ്ടല്ലോ, ചില ക്വസ്റ്റ്യൻസിനാണ് സ്പീക്കർ അങ്ങനെയുള്ള അതായത് ഇങ്ങനത്തെ, അതായത് ശരിയാണ്, നമുക്ക് വരുന്ന MCQ ക്വസ്റ്റ്യൻസിലും അധികവും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം ഒന്നാമത്തെ നമ്മൾ +2 ഇല്ലേ, രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു തിങ്കിങ് പ്രോസസ്സ് വർക്ക് ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആവും നിങ്ങൾക്ക് ചോദിക്കുക. അതിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴും ഞാൻ പറയാനുള്ളത്, ആക്ച്വലി ഈ ടിപ്പ് വളരെ ഈസിയാണ്. ഇപ്പോൾ പ്രോസ് ആണെങ്കിലും പോം ആണെങ്കിലും നന്നായി വായിക്കുക, ക്ലാസ് നന്നായി കേൾക്കുക, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം MCQ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യരുത്. അപ്പോൾ അതിന് നമ്മൾ തന്നെ തിങ്ക് ചെയ്തിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്തതിൻ്റെ ആൻസർ ഓപ്ഷന് ഓപ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിന് നമുക്കുള്ളൊരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് നന്നായി ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതും രണ്ടാമത്തേത് വായിക്കുക എന്നുള്ളതുമാണ്. ഇത് രണ്ടും പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാക്കി മാറ്റാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ നമ്മൾ ഒരുപാട് എക്സ്പ്ലനേഷൻസ് പറയുക. നമ്മളൊരു ലൈൻ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞു പോവല്ലോ, അതിൻ്റെ ലെഫ്റ്റും റൈറ്റും അതിനെ നന്നായി വിശദീകരിച്ച് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ലോജിക്കായിട്ടൊരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ലോജിക്കലി അതിൻ്റെ ആൻസർ ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ, പിന്നെ എൻ്റെ ഒരു മെത്തേഡ് ഞാൻ ക്ലാസ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ചെറിയ കുട്ടികൾക്ക് എടുക്കണ പോലെ വേർഡ് ബൈ വേർഡ് മീനിങ് പറഞ്ഞു പോയാൽ ഒന്നാമത് നമുക്ക് ടൈം, നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കല്ലേ, വീഡിയോ കൂടുതലായി പോവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. എത്രയല്ല നമ്മളൊരു ഫിസിക്കൽ ക്ലാസ് അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് സുഖമായിട്ട് അത് ഇരുന്ന് കഥ കേൾക്കണ പോലെ കേൾക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ പറയാറുണ്ട് അത് വായിക്കണം, എന്നിട്ടേ നിങ്ങളവിടെ എഴുന്നേറ്റ് പോകാവൂ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞത് വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോകാവൂ. അപ്പം നിങ്ങൾക്ക് കിട്ടാത്ത വേർഡ്സുകൾ, കുഞ്ഞു കുഞ്ഞു വേർഡ്സുകളുടെ അർത്ഥം നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി. കാരണം നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ തന്നെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഓരോന്ന് ചെയ്യണം. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ എണീച്ചെങ്കിൽ നമ്മൾ ഓരോ വീടിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ ഈ സമയത്തിൻ്റെ പ്രശ്നം, കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ മാത്രമല്ല നമുക്കും അത് നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വേർഡ് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സിനോണിം ഒത്തിരി കിട്ടും, ഒത്തിരി സിനോണിം അതിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ചെറിയൊരു കാര്യത്തിലൂടെ തന്നെ ഒത്തിരി കാര്യങ്ങൾ അത്രയും സമയത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന അത്രയും സമയം നമുക്ക് നന്നായി യൂസ്ഫുൾ ആയിട്ട് അത് കിട്ടണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് ഒരു ക്രിയേറ്റീവ് എന്താ പറയുക, നമ്മൾ ആ സമയം ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുന്നതെന്നും കൂടി പറയാൻ പറ്റുള്ളൂ. ഒരു വേർഡിൻ്റെ അർത്ഥം ഗൂഗിൾ ചെയ്യുമ്പോൾ അതിൻ്റെ സിനോണിംസ് ഉണ്ടാവും അതിൽ, ആൻഡ് ചില വേർഡിൽ അതിൻ്റെ എക്സ്പ്രഷൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ആ സമയത്ത് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. എപ്പോഴും ഞാൻ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ഞാൻ ഇതുപോലെ ഇപ്പോൾ എടുക്കണ പോലെ തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കുക. അപ്പോൾ ഒത്തിരി ബാക്കി കൂടുതൽ ഭാഗം അവർക്കാവും ചെയ്യണം. അവർ വായിച്ച് വരണം, വായിച്ച് വന്നിട്ട് അവർക്ക് മനസ്സിലായത് അവർ പേപ്പറിൽ എഴുതി കൊണ്ട് തരണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അർത്ഥങ്ങൾ ഓഫ് കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കണം, നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെയാണ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെ തന്നെയാണ് വേണ്ടതും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്ന സമയം പോവും. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇനി വരാത്തവർ റിപ്പീറ്റ് ചെയ്തിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക, ലൈവിൽ വരാൻ വേണ്ടി പറയുക. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്കറിയാം ഈ പോം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോമാണ് അല്ലേ. നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ വീഡിയോ കണ്ടിട്ടുള്ളവരാണ് ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കണം. അപ്പം ഞാൻ ഫസ്റ്റത്തെ ഒരു സ്റ്റാൻസ എവിടെ നിന്ന് മുതൽ ഉള്ളതാ, അതായത് ആദ്യത്തെ ലൈൻ മുതൽ ഡ്രൈവിംഗ് ഫ്രം മൈ പാരൻസ് ഹോം ടു കൊച്ചിൻ ലാസ്റ്റ് ഫ്രൈഡേ മുതൽ ട്രീസ് സ്പ്രിൻറ്റിങ് the merry children spilling out of their homes, അത്രയും ലൈൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് സെഷനിൽ പറയാൻ പോകുന്നത്. ക്ലിയർ ആയോ? അതായത് ഫ്രം ദ ഫസ്റ്റ് ലൈൻ ടു ഡ്രൈവിംഗ് ഫ്രം മൈ പാരൻസ് ഹോം ടു, അവിടുന്ന് മുതൽ ട്രീസ് പ്രിൻറ്റിങ് ദ മെറിലി ചിൽഡ്രൻ സ്പില്ലിങ് ഔട്ട് ഓഫ് ദെയർ ഹോംസ്, അത്രയും വരെയുള്ള ലൈൻസ്. ഓക്കെ, അത്രയും ലൈൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, റെഡി? ഓക്കെ,
Now let's get started. The first question പറയാനുള്ളത് അപ്പം I saw my mother beside me, doors open mouth, her face ashen like that of a corpse, and realized with pain. അത്രയും ലൈൻസ് കണ്ടില്ലേ? ആ ലൈൻസിൽ നിന്ന് ഒരു നാല് ക്വസ്റ്റ്യൻസ് 2016 പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഓഫ് കോഴ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വെരി സിമ്പിൾ. ഹൂ ഇസ് ഐ? ആരാണ് ഐ? യെസ്, ദ പോയറ്റ് ഇറ്റ് സെൽഫ്, റൈറ്റ്? യാ, ദ വേർഡ് ഐ സ്റ്റാൻഡ്സ് ഫോർ ദ പോയറ്റ്, കറക്റ്റ്. നൗ വാട്ട് ഡിഡ് ഐ റിയലൈസ് വിത്ത് പെയിൻ? ഹിയർ ചോദിച്ചിട്ടുണ്ടോ വാട്ട് ഡിഡ് ഐ റിയലൈസ്? ഓർ ഇങ്ങനെയും ചോദിക്കാം വാട്ട് ഡിഡ് ദ പോയറ്റ് റിയലൈസ്? യെസ്, വെരി ഗുഡ്. ആൻസർ ഇസ് Kamala Das. വെരി ഗുഡ്. നൗ വാട്ട് ഡിഡ് ഐ റിയലൈസ് വിത്ത് പെയിൻ? That means the poet. Okay, so the answer will be endana Kamala Das അല്ലെങ്കിൽ the poet realize ചെയ്തത്? Yes, his mother is getting old, right? Yes, so here she realized with pain that the process of aging and decaying had started working on her old mother. That means her mother is getting old. This is the pain that she realized, or this is the fact that she realized with pain. Yes, her mother has aged. Yes, exactly. Very good, Devika. So the next question, why was the realization painful? These questions are very easy actually. Why was the realization painful? എന്തുകൊണ്ടായിരുന്നു അത് പെയിൻഫുൾ ആവാൻ കാരണം? യെസ്, നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്. യെസ്, വിച്ച് ഇസ് ഇഞ്ചിങ് ടുവേർഡ്സ് ഹെർ ഡെത്ത്സ്, അല്ലേ? ഗെറ്റിംഗ് ഓൾഡ്. യെസ്, ഇസ് ഇഞ്ചിങ് ടുവേർഡ്സ് ദ ഡെത്ത്സ്. വയസ്സാകും തോറും ഗെറ്റിംഗ് ഓൾഡ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് പെയിൻഫുൾ ആവാൻ കാരണം എന്താ? യെസ്, സോ ഷീ ഈസ് ഗോയിങ് നിയർ ടു ഹെർ ഡെത്ത്. അതാണ് അവൾക്കുണ്ടാവുന്ന ആ പെയിൻ എന്ന് പറയുന്നത്. യെസ്. നൗ ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദീസ് ലൈൻസ്. നമുക്കറിയാം. യെസ്, നമുക്കറിയാം എന്താണ് ഇവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച്. യെസ്, സിമിലി, അല്ലേ? എവിടെയാണ് അത് വരുന്നത്? അറിയോ എവിടെയാണ് വരുന്നത്? യെസ്, her face ashen like that of a corpse. എന്തിനോടാണ് അവിടെ സിമിലി? എന്തിനോടാണ്? യെസ്, എക്സാക്ട്ലി, കോപ്സ്, ലൈക്ക് കോപ്സ്. അപ്പം പ്ലേലിസ്റ്റിൽ പോയിട്ട് ഫിഗർ ഓഫ് സ്പീച്ച് കാണാൻ മറക്കരുത്. നമ്മൾ നല്ല ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പം 4 ക്വസ്റ്റ്യൻസ്. ഇത് 2016 വന്നതാണ്. ഇതിപ്പോൾ എഴുതേണ്ട കൂടി ആവശ്യമില്ല, അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ മാർക്ക് കിട്ടും, യാതൊരു സംശയമില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദീസ് ലൈൻസ്, ലുക്ഡ് ബട്ട് സൂൺ പുട്ട് ദാറ്റ് തോട്ട് അവേ ആൻഡ് ലുക്ഡ് ഔട്ട് അറ്റ് യങ് ട്രീസ് പ്രിന്റിംഗ് ദ മെർലി ചിൽഡ്രൻ സ്പില്ലിംഗ് ഔട്ട് ഓഫ് ദെയർ ഹോംസ്. ദ ലാസ്റ്റ് ഫ്യൂ ലൈൻസ് അവിടുന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് അഗെയിൻ ഫ്രം 2012 CBSE ബോർഡ് എക്സാം 2012 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡിഡ് ദ പോയറ്റ് റിയലൈസ്? ഹൗ ഡിഡ് ഷീ ഫീൽ? വി ഓൾറെഡി ഡൺ. സി, അപ്പം ആ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതിൻ്റെ ആൻസർ, അല്ലേ? മൈ മദർ ഗെറ്റിംഗ് ഓൾഡ്. യെസ്. ഇനി then what did she notice in the world outside? Yes, another question. What did she notice in the world outside? ഓർമ്മ ഉണ്ടോ? കാറിലൂടെ പോകുമ്പോൾ പുറത്തേക്ക് നോക്കി എന്തായിരുന്നു അപ്പോൾ കണ്ടത്? she noticed the young trees racing past them and happy children running out of their house. Yes, okay, കേൾക്കുന്നുണ്ടോ? yes, children running out of their home. Very good, Devika. yes, okay. അപ്പം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വാട്ട് ഡിഡ് ഷീ ഡു ദെൻ? അതായത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വാട്ട് ഡിഡ് ദ പോയറ്റ് റിയലൈസ്? ഹൗ ഡിഡ് ഷീ ഫീൽ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദ പോയറ്റ് റിയലൈസ് ദാറ്റ് ഹെർ മദർ ഫേസ് ലുക്ക്ഡ് പെയിൽ ആൻഡ് ലൈഫ്ലെസ് ലൈക്ക് എ കോപ്സ്. അതാണ് റിയലൈസ് ചെയ്തത്. ഷീ ഫെൽറ്റ് വൂണ്ടഡ് ആൻഡ് സാഡ്. അപ്പോൾ അത് കണ്ടപ്പോൾ പോയറ്റിന് എന്താണ് തോന്നിയത്? യെസ്, ഷീ ഫെൽറ്റ് സോ പെയിൻഫുൾ, സോ സാഡ്. ഷീ ഫെൽറ്റ് ലൈക്ക് വൂണ്ടഡ്, റൈറ്റ്? യെസ്. ദെൻ പിന്നെ വാട്ട് ഡിഡ് ഷീ ഡു ദെൻ? അപ്പോൾ എന്താണ് ചെയ്തത്? just to divert her attention, she looked outside to see more pleasing things. Yes, she looked outside to see more pleasing things. For what? In order to change her mind, or in order to divert her attention. Got it? Yes, very good. Very, very good. Now again the next question, but soon put that thought away and but soon നമ്മളിപ്പോൾ ആ ഒരു ലൈന് വായിച്ചു. but soon put that thought away and looked out at young trees sprinting, the merely children spilling out of their homes. Yes, again we have few questions from those lines, which is yes, what does the phrase, not this one,
Wait, I think I lost. Yeah. Okay. What thought did the poet put away? What thought did the poet put away? 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലൈൻസ് ഏതാണെന്ന് മനസ്സിലായോ? ബട്ട് സൂൺ മുതൽ ഔട്ട് ഓഫ് ദെയർ ഹോംസ്. നമ്മൾ ആദ്യം പറഞ്ഞ അതേ ലൈൻസ് തന്നെ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നെയിം ഓഫ് ദ പോയറ്റ്, നെയിം ഓഫ് ദ പോയം ആൻഡ് ദ പോയറ്റ്, അത് നമുക്കറിയാം. ഓക്കെ, ദെൻ Kamala Das, and the poem is My Mother at 66. What thought did the poet put away? That's our next question. The poet put away the painful thought of her mother's lifeless face and her old age. You can write the answer. You will have the options like this there as answer. The poet put away the painful thoughts of her mother's lifeless face and her old age. Okay? Yeah. യെസ്, സി ഞാൻ കുറച്ച് പെട്ടെന്ന് കാണുന്ന മെസ്സേജസൊക്കെ ഞാൻ അങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വായിക്കുന്നില്ല. നമ്മളിതിൽ കോൺസെൻട്രേറ്റ് എനിക്ക് അതും കൂടി പോകുമ്പോൾ എൻ്റെ ഇവിടെ എനിക്ക് ലോസ്, ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ സോ ഏഞ്ചൽ വെൽക്കം ടു ദ ക്ലാസ് റൂം. ഓക്കെ, വെരി ഗുഡ്. നൗ why are the young trees described as sprinting? Why are the young trees described as sprinting? You get the question? Okay, now the answer will be, what will be the answer? Why are the trees I'm sorry, described as sprinting? Yes, when the car is speeding forward, the trees appear moving out quickly. Sprinting means shooting out, right? നമ്മൾ കാറിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? യെസ്. ഓക്കെ, ഡൈവേർട്ടഡ് ഹെഡ് തോട്ട്സ്. യെസ്, വെരി ഗുഡ്. സോ ഹിയർ എന്തുകൊണ്ടാണ് സ്പ്രിൻറ്റിംഗ് എന്ന് പറയാൻ കാരണം? ബിക്കോസ് ദ കാർ ഈസ് സ്പീഡിങ് ഫോർവേഡ്, ദ ട്രീസ് അപ്പിയർ മൂവിങ് ഔട്ട് ക്വിക്ലി. How do you know that the joyful scene did not help her drive away the thought from her mind? Because because the lady, the poet, she keep thinking, she keep ആ ഒരു സാഡ് തോട്ടിൽ തന്നെയാണ്. പുറത്തേക്ക് നോക്കിയാലും കൂടിയിട്ട് കുറച്ച് വീണ്ടും ബാക്ക് ടു ഹെർ പെയിൻ അല്ലേ? ഷീ കെയിം ബാക്ക് ടു ഹെർ പെയിൻ. ദ ജോയ്ഫുൾ സീൻ ഔട്ട് സൈഡ് ഡിഡ്ന്റ് ഹെൽപ്പ് ഹെർ ഡ്രൈവ് അവേ ദ സാഡ്. അപ്പം നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ വേറെ രീതിയിൽ ചോദിക്കുകയാണ്, ഡിഡ് ദിസ് പ്ലീസ്ഫുൾ തിങ്സ് വാട്ട് ഷീ സീൻ ഇൻ ഔട്ട് സൈഡ് ഡിഡ് ഇറ്റ് ഹെൽപ്പ് ഹെർ ടു ഡ്രൈവ് അവേ ഹെർ പെയിൻ? നോ, ആക്ച്വലി, റൈറ്റ്? യെസ്. Getting old and inching towards death. Now, again, what worried the poet when she looked at her mother? Again, നമ്മൾ already ചോദിച്ച questions ആണ്. The car was moving fast, and it means that, yes, very good. Katie mentioned about the winter moon. Yes, നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. What worried the poet when she looked at? Yes, of course, we know that the poet was, see, repeated questions ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നതിന് കാരണം you should know that this type of question is repeating. അതുകൊണ്ടാണ് ഞാൻ വായിച്ച ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും, അതായത് ഞാൻ ഇതിലുള്ള പോലെ തന്നെ വായിക്കുന്നത്. ഇത് 2015 വന്ന ക്വസ്റ്റ്യൻ ആണ്, 4 ക്വസ്റ്റ്യൻ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അതിപ്പോൾ വായിക്കാം. അപ്പോൾ ഈ ഇതിലെ ചില ക്വസ്റ്റ്യൻസ് മുന്നേ വന്നിട്ടുള്ളതാണ്. അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും, മനസ്സിലായ? വാട്ട് worried the poet when she looked at her mother? The poet was sitting beside her old mother while driving from her parents' home to കൊച്ചിൻ. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ആൻസറിൽ പോവണ്ട, നമുക്ക് ഓപ്ഷൻ ഉണ്ടായിട്ടുള്ള സ്ഥിതിക്ക്. അപ്പോൾ നമുക്കറിയാം എന്താണ്, ബിക്കോസ് ഹെർ മദർ ഈസ് ദ സ്കാർസ് ഓഫ് ഓൾഡ് ഏജ് ഓൺ ദ ഫേസ് ഓഫ് ഹെർ മദർ ലെഫ്റ്റ് ദ ഡോക്ടർ കൺസേൺഡ് ആൻഡ് വറീഡ് അബൌട്ട് ഹെർ. ഓഫ് കോഴ്സ് ഇല്ലേ, ആ ഒരു പെയിൽ ഫേസും ഒക്കെ കണ്ടിട്ട് തന്നെയാണ് വറി ചെയ്തത്. ബിക്കോസ് ഷീ റിയലൈസ്ഡ് ദാറ്റ് ഹെർ മദർ ഈസ് ഗെറ്റിംഗ് ഓൾഡ് ആൻഡ് നിയർ ടു ഡെത്ത്. Why was the pain in her realizations? The same questions പിന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? Why did she put that thought away? Again, നമ്മളിപ്പോൾ ജസ്റ്റ് മുമ്പ് പറഞ്ഞ കാര്യം. Why did she put that thought away? The realization that her mother had become terribly old was quite painful. The poet couldn't bear the sight of her ashen and corpse-like face. So she put that painful thought away to divert her mind from it. അല്ലേ? ആ ഒരു എന്താ പറയുക, ആ ഒരു ആഷൻ കളർലെസ് ഫേസ് കാണാൻ പറ്റാതെ, കോപ്സ് ലൈക്ക് ഫേസ് കാണാൻ പറ്റാത്തത് കൊണ്ട് the poet thought, I have to divert my mind, right? Yes. Again, what is the figure of speech? It's a short question, I think. It's very easy. What is that? The figure of speech you see here is simile. Yes.
ഓക്കെ നൗ ഫസ്റ്റ് സെഷനിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമ്മൾ ഇനി രണ്ടാമത്തെ സെഷനിലേക്ക് പോകാം. അത് എവിടുന്നാണ് തുടങ്ങുക? ബട്ട് ആഫ്റ്റർ ദ എയർപോർട്ട് സെക്യൂരിറ്റി ചെക്ക് സ്റ്റാൻഡിങ് എ ഫ്യൂ യാർഡ്സ് അവേ ഐ ലുക്ക്ഡ് അഗെയിൻ അറ്റ് ഹർ വാൻ പെയിൽ ആസ് എ ലേറ്റ് വിൻഡേഴ്സ് മൂൺ ആൻഡ് ഫെൽ ദാറ്റ് ഓൾഡ് familiar ache, my childhood's fear. But all I said was, see you soon, Amma. And I did was smile and smile and smile at the end. These lines, okay, ഇത്രയും ലൈൻസിൽ നിന്ന് വരാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ബൈ ദ വേ the last few lines are very important from the poem itself, okay? Yes. Now, question number 1. What was the childhood fear that now troubled the poet? What it will be? The childhood fear എന്താ ചോദിച്ചാൽ എന്താ പറയുക? What it will be? നമുക്കറിയാം, ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ പോയറ്റിൻ്റെ അമ്മ പോകുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാണ്. ബട്ട് വാട്ട് വാസ് ദ ഫിയർ? എന്തായിരുന്നു ആ ഭയം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ചൈൽഡ്ഹുഡ് ഫിയർ ഈസ് ദ ഫിയർ ഓഫ് ഡെത്ത് and decay when ones get aging and decay spare none. Manslayo? Yes, fear of losing her mother. Exactly, very good answer. I like it. I like that answer. Very good. Losing her mother. Yes, both of you have to tell me the same answer. Very good. Now the third question here. What do the poet's parting words suggest? Parting words means farewelling. Okay, what it suggests? The parting words of the poet reveal both hope and fear. Okay, both hope and fear. At 66, anything can happen to the mother, but she hides her real fear. She assures her mother that they will meet again soon. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് ഒരു ഉള്ളിലെ ആ ദുഃഖം മറച്ചു വെച്ചുകൊണ്ട് ഒരു ചിരിയൊക്കെ വെച്ചിട്ടല്ലേ അമ്മയുടെ അടുത്ത് ഫെയർവെല്ല് പറഞ്ഞത്. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വേദന വെച്ചുകൊണ്ട് അമ്മയോട് ചിരിച്ചിട്ട് ഫെയർവെൽ പറഞ്ഞു. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്ത് വെച്ചാൽ നമ്മൾ ഹോപ്പ് കൊടുക്കുകയാണ് അല്ലേ? വി വിൽ സീ വെരി സൂൺ, നമ്മൾ പെട്ടെന്ന് കാണും എന്ന് ഉള്ള ഒരു എക്സ്പെക്റ്റേഷൻ കൊടുക്കുകയാണ്. യെസ്, വെരി ഗുഡ് ഏഞ്ചൽ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അത് സജസ്റ്റ് ചെയ്യുന്നത്? യെസ്, ദ പോയറ്റ് ഗിവിങ് ഹോപ്പ് ആൻഡ് ഓൾസോ ദർ ഇസ് പെയിൻ ഓൾസോ. യെസ്, ദ ഫിയർ. യെസ്. നൗ, why did the poet smile and smile? Why did the optimistic ending? Wow, what an amazing answer. I love it. Why did the poet smile and smile? The next question. Okay, she only smiled and smiled to reassure that they would meet soon. Again, the same answer, right? The body language of the mother worried the poet, right? When she saw her mother apart from that barrier or something, she felt very pain. Yeah, but she had to hide her real feeling from her mother, right? Yes, in order to give her more expectation. So this more expectation, hope, give more energy, of course. ദാർക്കായാലും അങ്ങനെ തന്നെ. അത് അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള അമ്മേനെ തിരിച്ചു വരുമ്പോൾ കാണണം എന്നുള്ള എക്സ്പെക്റ്റേഷനോടും ആഗ്രഹത്തോടും അമ്മയ്ക്കും തിരിച്ചും കൊടുക്കുകയാണ്. ദാറ്റ്സ് വൈ ഷി കെപ്റ്റ് സ്മൈൽ ആൻഡ് സ്മൈൽ ആൻഡ് സ്മൈൽ. യെസ്, വെരി ഗുഡ്. Again, another question. What does the phrase familiar ache mean? Familiar ache mean? It's a phrase, right? Yes. What does it mean? Any idea? What does it mean? Familiar ache. Familiar ache means well-known. നമുക്കറിയാം familiar പറഞ്ഞാൽ it's well-known, very familiar. Familiar pain the narrator had when she thought of aging, death and decay. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു വേർഡ് മീനിങ് അല്ല ഇവർ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫെമിലിയർ ഏക്ക്? ബിക്കോസ് ചെറുപ്പത്തിലേ ഉണ്ട് അതുകൊണ്ടാണ് ഫെമിലിയർ ഏക്ക് എന്ന് പറയാൻ കാരണം ഇറ്റ്സ് ഓൾറെഡി ദിസ് കൈൻഡ് ഓഫ് പെയിൻ ഈസ് ഫെമിലിയർ ഫോർ ഹെർ ബിക്കോസ് വെൻ ഷി വാസ് ചൈൽഡ് ഷി ഹാഡ് ദ സെയിം ഫീലിംഗ്സ് വെൻ someone getting old. She in her mind it was like, oh my god, he is getting old, she is getting old, so she is very near to her others. So this kind of sort of pain is already there in her mind when she was a child. So when it turns to her mother, this pain, this ache, it's familiar for her because she experienced it in her past childhood. You got it? Yeah, from her mother. Yes. Then what is the next question?
What was the poet's childhood fear? That's the answer here. I saw the answer here. Childhood fear and then the pain of separation for her mother. Yes, exactly. Okay, now what do the first two lines tell us about the poet's feeling for her mother? The first two lines. Yes, the poet's feelings for her mother. The first two lines tell us that the narrator was worried about the aging and fading of her mother's physical appearance and strength. The first two lines, which means what are the? I looked again at her, wan, pale as a late winter's moon, and felt that old familiar ache my childhood. Yeah, so the first two lines of the poem, which tells her the എന്താണ് ആ ഫീലിംഗ് എന്തായിരുന്നു? യെസ്, ആ weak physical condition of her mother. Then, what does the repeated use of word smile means? The repeated use of word smile is only a cover, an attempt to hide her inner anxiety at the ashen face of her mother has aroused inside her. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ, ഉള്ളിലെ ദുഃഖം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്. നഷ്ടപ്പെടുമെന്ന്. Yeah, pretended smile. Yeah, the answer for the last question. Yes, still അതുണ്ട് കുഞ്ഞുങ്ങൾക്ക്, അതെല്ലാ കുഞ്ഞുങ്ങൾക്കുള്ള കാര്യമാണ്, അത് ഉണ്ടാവും. അവർ അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്ന ഒരു കാര്യം അതാണ്. ഇപ്പോൾ അമ്മ അവരിട്ട് പോവുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയാണ്, അത് ഉള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് CBSE എക്സാം 2016 വന്ന ക്വസ്റ്റ്യൻസാണ്. നമ്മളിപ്പോൾ 4 ക്വസ്റ്റ്യൻസ് വായിച്ചത്. ഇനി വായിക്കാൻ പോണ ക്വസ്റ്റ്യൻസ് 2019 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഞാൻ ഈ സ്പീഡ് കുറക്കണം എന്നുണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. എങ്ങനെ പോവാണ്, കാരണം 1 hour ആയോ അറിയില്ല, ആയിട്ടില്ല. ഓക്കെ, ഇനി നോക്കാം 2019 ക്വസ്റ്റ്യൻസ് എന്താ നോക്കാം. ഓക്കെ, അഗെയിൻ വന്നിട്ടത് നെയിം ദ പോയറ്റ് ആൻഡ് ദ പോയം. അഗെയിൻ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് വാസ് ദ പോയറ്റ്സ് ചൈൽഡ്ഹുഡ് ഫിയർ? നമ്മളത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. That old age is inevitable and everyone has to face it. Okay, and it's അതായത് ഓൾഡ് ഏജിൽ ചൈൽഡ്ഹുഡിൽ ഇത് തന്നെയായിരുന്നു. അതായത് അമ്മേനെ നഷ്ടപ്പെടും എന്നുള്ള പെയിൻ മാത്രമല്ല, ആൾക്കാർക്ക് വയസ്സാകും, അപ്പോൾ അത് ഇറ്റ്സ് ലീഡ്സ് ടു ദെയർ ഡെത്ത്. അതായിരുന്നു ആ ഉള്ളിലുള്ള ഭയം കേട്ടോ. ഞാനൊരു കാര്യം ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറയാണ്, എൻ്റെ കുട്ടികൾ അവർ പറയുമായിരുന്നു എൻ്റെ അടുത്ത്, കുട്ടികൾ എൻ്റെ മോന് ചെറുപ്പത്തിൽ ഞാൻ ഇപ്പോൾ ഓർമ്മ ഉണ്ട് എനിക്ക്, അമ്മച്ചിക്ക് വയസ്സായില്ലേ എന്ന് പറയുമ്പോൾ അവനൊക്കെ അറിയാം. ഇപ്പോഴല്ല, ഇപ്പോൾ 10-13 വയസ്സായി, ചെറിയ കുട്ടിയായിരിക്കണം സമയത്ത്. അപ്പോൾ എന്തിനാ കാണിച്ചു, മിച്ചു വയസ്സായി, മിച്ചു മരിച്ചു പോകില്ലേ ചോദിക്കും. അപ്പോൾ പോയിട്ട് പറഞ്ഞത് വെറുതെ അല്ല, ഇറ്റ്സ് റിയൽ, നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടികളാരും വയസ്സായി കഴിഞ്ഞാൽ പിന്നെ മരിച്ചു പോകുന്നുള്ള പരിപാടി എന്നാണ്, മനസ്സിലായോ? അപ്പോൾ അത് നോക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു, നമ്മളിപ്പോൾ ഏതാ വായിച്ചത്? യെസ്, what is the poetic device used in line 1 to 2? Again, of course, we have only one figure of speech, which is what? Which is simile. Okay, next question. Explain late winter's moon. Late winter's moon. Explain. Yes. എന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? യെസ്, the late winter's moon is pale and lifeless, lacks of brightness. It doesn't have nothing. I mean, sorry, അതിനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വിൻ്റർ മൂൺ പറഞ്ഞാൽ വിൻ്ററിൽ മൂണിന് ശോഭയില്ല, നമുക്കത് മഞ്ഞിൽ മൂടിപ്പെട്ട് അതിൻ്റെ എല്ലാ എനർജിയും ലോസ് ആയിട്ടുള്ളൊരു മൂൺ, അതാണ് വിൻ്റർ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് മൂൺ ഈസ് പെയിൽ ആൻഡ് ലൈഫ്ലെസ് ആൻഡ് ലാക്സ് ബ്രൈറ്റ്നെസ്. ഓക്കെ, സോ this is the questions from 2019, and the last session from this MCQ is the questions from 2015. 2015 ചോദിച്ചിട്ടുള്ള 4 questions ഉണ്ട്. How can the trees sprint? How can the trees sprint? The standing trees can appear to be sprinting. This is due to optical illusion. I got the answer from you guys before, right? Yes, very good. നിങ്ങളെല്ലാവരും നല്ല സ്മാർട്ടാണ് കേട്ടോ. ശരിക്കും പറയുകയെന്ന് വെച്ചെങ്കിൽ എല്ലാ ആൻസറും നിങ്ങൾക്ക് അറിയാം. ഞാനിവിടെ ആൻസർ വായിക്കുന്നേക്കാൾ മുന്നേ ആൻസർ ഇവിടെ ഞാൻ കണ്ടു. Actually, the car is moving and not the trees. Yes, that's optical illusion. The standing trees appear to be sprinting along with the moving car. We know that, right? We experienced it. ചെറുപ്പത്തിലൊക്കെ അതിങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നത് അതിങ്ങനെ വാച്ച് ചെയ്യാൻ തന്നെ ഒരു രസമായിരുന്നു. Why did the poet look at her mother again?
Why did the poet look her mother again? The poet looked outside only to divert her mind from looking at the lifeless and ashen face of her mother. But she was too much occupied with the thought to free herself from it. So the poet looked at her mother again. You got it? Yes, because even though if she looked outside, she just want to divert her mind, but yeah, still she's hanging up with the pain or what the physical appearance of her mother, what it's like corpse like face. അതുകൊണ്ട് ഫുള്ളി അങ്ങോട്ട് ഡൈവേർട്ടായി പോകാൻ പറ്റുന്നില്ല. സ്റ്റിൽ അഗെയിൻ ഷീസ് ലുക്കിംഗ് അറ്റ് ഹർ മദർ ആൻഡ് തിങ്കിങ് ആൻഡ് റിയലൈസിങ് ആൻഡ് യാ. What did she observe? Yes, what did she observe? She again looked at her mother and she observed something. And what did she observe that time? ഓക്കെ, ആൻസർ വായിക്കാം. ഇച്ചിരി ഇലാബറേറ്റ് ആയിട്ട് വായിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഒന്ന് കിട്ടിക്കോട്ടെ, മനസ്സിലായി. നമുക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. At the airport, the poet put a farewell to look at her mother and her face. She was again pained to find it lifeless, ashen and pale. Her mother's face was dull and lifeless as a late winter's moon that appears in the sky. അപ്പം കാരണം എന്താണ്, മനസ്സിനെ നമ്മളൊരു മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി മനസ്സിനെ സമാധാനപ്പെടുത്തിയിട്ടും ഹൈഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഫെയർവെൽ കൊടുക്കുകയാണെങ്കിലും അഗെയിൻ നമുക്ക് തിരിഞ്ഞു നോക്കാം. ബിക്കോസ് ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ പെയിനാണ്. ബിക്കോസ് ഷീസ് ഗെറ്റിംഗ് ഓൾഡ് ആൻഡ് ഞാൻ ഈ തിരിച്ചു വരുമ്പോൾ അമ്മേനെ എനിക്ക് ജീവനോടെ കാണാൻ പറ്റുന്നുണ്ടാവില്ലേ, ഹെൽത്ത് ആയിട്ടിരിക്കുമോ, അതൊക്കെയുള്ള ഒരു തോട്ട്. Again, the last question. Identify the figure of speech used in these lines. Again, simile. Yes, simile is the figure of speech which is used in this lesson. I mean, poem. Okay. Now, ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തു. ഇതിൽ ഒരു 50% ഓഫ് ദ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. നിങ്ങളത് ശ്രദ്ധിച്ചോ? റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോ? നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇപ്പം ഇത്രയും നമ്മൾ ചെയ്തതിലൂടെ നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നോട് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇങ്ങനെ തന്നെ MCQ ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയോ എന്ന് പറയണം. കാരണം അതല്ലെങ്കിൽ പിന്നെ നമ്മളൊരു വീഡിയോ ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറയുന്നത് ചില ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു പ്രോബ്ലം സമയത്തിൻ്റെയാണ്. അത്രയും ടൈം നമുക്ക് ഇരുന്ന് ചെയ്യാൻ എൻ്റെ കയ്യിൽ അറിയാമല്ലോ, നമ്മൾ ജോലിയുടെ ഇടയിൽ വന്ന് ചെയ്യുന്ന കാര്യമായതുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതാകുമ്പോൾ ഒന്നുകൂടി പ്രാക്ടിക്കലാണ്. നിങ്ങൾ ചുമ്മാ ഇരുന്ന് വീഡിയോ കാണില്ല, നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാവും ചെയ്യും, എൻ്റെ കൂടെ ഡിസ്കഷനിൽ പങ്കെടുക്കുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും. നിങ്ങൾക്കത് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും എനിക്കൊരു ഉറപ്പാണ്. കാരണം നിങ്ങളെവിടെയും പോകുന്നില്ലല്ലോ, നിങ്ങളിതിരുന്ന് എൻ്റെ ഒപ്പം ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെ അങ്ങോട്ട് നമ്മൾ ഡിസ്കസ്, ഇപ്പോൾ എനിക്ക് തന്നെ നല്ല നല്ല പോയിൻറ്റ്സ്, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, അതുപോലെ തന്നെ നല്ല നല്ല ആൻസർ കിട്ടിയതൊക്കെ വളരെ ഹാപ്പി ചെയ്ത് കണ്ടപ്പോൾ മനസ്സിലായി. ഇനി ഞാൻ ഇപ്പോൾ നമ്മുടെ MCQ ഡിസ്കഷൻ കഴിഞ്ഞു കേട്ടോ. അതേ മാം പാസേജ് നല്ല ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, ലൈവായിട്ട് മതി. ഓക്കെ നമുക്ക് ലൈവായിട്ട് ചെയ്യും. നിങ്ങൾ എന്ത് ചിന്തിച്ചാൽ നമുക്ക് പിന്നെ അടുത്തതും ഇതുപോലെ ലൈവായിട്ട് ചെയ്യാം, നോ പ്രോബ്ലം. കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ തീർച്ചയായിട്ടും പറയണം നമ്മുടെ ക്ലാസ് റൂമിൽ വരാനും, അതുപോലെ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാനൊക്കെ പറയണം കേട്ടോ. കൂടുതൽ ആൾക്കാരിലേക്ക് ക്ലാസ് റൂം എത്തേണ്ടതുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഇത് അതായത് ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ല, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതായത് 2018, 2019, 12, 17, 16 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഈ തിങ്കിങ് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ. അത് നിങ്ങൾ നിർബന്ധമായിട്ടും അതിൻ്റെ ഒക്കെ ആൻസർ എഴുതണം. ഞാൻ പറയാറില്ലേ, നിങ്ങളൊരു ബുക്ക് എടുത്തൊരു ഗൈഡ് എടുത്തിട്ട് വായിച്ച് ഇങ്ങനെ പഠിക്കണ്ട, അത് നിങ്ങൾക്ക് ബോറടിക്കും. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, എഴുതി നോക്കുക, ഒരു പേപ്പർ കടലാസ് എടുക്കുക, എഴുതുക. എപ്പോഴും അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു ബുക്ക് എടുക്കുക, അതിങ്ങനെ വായിച്ച് പഠിക്കുക, അത് നിർത്തുക. ജസ്റ്റ് എഴുതുന്നതിലൂടെയാണ് ആ തെറ്റുകൾ വരാനും ആ തെറ്റിൽ നിന്ന് പഠിക്കാനൊക്കെയുള്ള ചാൻസ് കിട്ടുള്ളൂ. മറ്റത് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള സാധനം ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മിസ്റ്റേക്സ് വരുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കുറവായിരിക്കും ആ പഠിച്ച കാര്യത്തിന്, മനസ്സിലായി. അപ്പോൾ എഴുതുക. ഇപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് പെയിൻ ആൻഡ് ഏക്ക് ദാറ്റ് ദ പോയറ്റ് ഫീൽസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ജസ്റ്റ് എഴുതിയിടുക, ആൻസർ എഴുതുക. ഓക്കെ,
ഓക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ ചെയ്യാം കേട്ടോ, ലൈവായിട്ട് ചെയ്യാം. വെരി ഗുഡ്. അതന്നെ എനിക്ക് സൗകര്യവും അത് തന്നെയാണ്. മനസ്സിലായി, ഞാൻ പറഞ്ഞില്ലേ ടൈമിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ള കാരണം. അപ്പോൾ ടെക്സ്റ്റിൻ്റെ പിന്നിലുള്ള ക്വസ്റ്റ്യൻസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് കണ്ണോടിക്കണം. ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും 2017, 2019 റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിൻ്റെയൊക്കെ ആൻസേഴ്സ് എളുപ്പമാണ്. ഇതിൽ നിന്നും അതിന് ആൻസേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അത് ഈസി ആയിട്ടുള്ളൊരു ഫോം ആയതുകൊണ്ട് തന്നെ. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ്, പിന്നെ ഒരു ഷോർട്ട് ആൻസർ വന്നിട്ടുള്ളത് ഹൗ ഡസ് ദ പോയറ്റ്സ് മദർ. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇമെയിൽ അയച്ചാൽ മതി. ഇമെയിൽ അയക്കുന്നവരുണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. പേഴ്സണൽ ആവശ്യം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഇമെയിൽ അയക്കുക, or classroom@gmail.com. അപ്പോൾ അതിലൂടെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇപ്പം പല ക്വസ്റ്റ്യൻസും നമ്മുടെ ടെക്സ്റ്റിലെ എക്സസൈസ് അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് സമയമെടുത്ത് അത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് മറുപടി ആയിട്ട് അയച്ചു തരാൻ പറ്റും. ഓക്കെ, അത് ഇമെയിൽ അയക്കുക, അതൊരു ശീലമാക്കിക്കോളൂ. എല്ലാവർക്കും മടിയായിരിക്കും ഇമെയിൽ അയക്കാൻ, പക്ഷേ നമ്മൾ മടിയൊക്കെ മാറ്റി വെക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പേഴ്സണലി ഇപ്പോൾ എക്സാമിൻ്റെ എന്തെങ്കിലും ഭയം, ടെൻഷൻ, എഴുതാൻ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതും അറിയിച്ചിട്ട് ഇമെയിൽ അയക്കുന്നവരുണ്ട്, അയച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും അതുപോലെ ചെയ്യുക, മടി വിചാരിക്കേണ്ട. ഓക്കെ, ഞാനിവിടെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു മക്കൾക്ക് ഒരിക്കലും ഒരു ഭയം വന്നിട്ടും ടെൻഷനായിട്ടൊന്നും ഇരിക്കരുത്. നല്ല സ്മാർട്ടായിട്ടിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ റിപ്ലൈ ചെയ്യാം. പേടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. മിസ് വിച്ച് സ്കൂളിൽ ഇപ്പം ഞാൻ സ്കൂളിലില്ല, ഞാനിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. പുസ്തകങ്ങളൊക്കെ വരുത്തിച്ചും നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തും പ്രിൻ്റ് ഔട്ട് ചെയ്ത് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് സമയത്തിൻ്റെ വലിയ പ്രോബ്ലം ഉണ്ട്. രാത്രിയാണ് ഞാൻ ജോലി കഴിഞ്ഞ് വരിക. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിലൊക്കെ എപ്പോഴെങ്കിലും ഇച്ചിരി സമയമൊക്കെ എടുത്തിട്ടാണ്, അതാണ് ഈ വീഡിയോ ഇടാനൊക്കെ വൈകുന്നത്. പക്ഷെ നമ്മളതിനൊരു സൊല്യൂഷനിലേക്ക് എത്തും വളരെ സൂൺ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാൻ പഠിപ്പിച്ചിരുന്നത് നാട്ടിൽ, ഇവിടെ ഖത്തറിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. നാട്ടിൽ ഞാൻ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറയും, പെരുമ്പിലാവ്, അവിടെയാണ് പഠിപ്പിച്ചിരുന്നത് +1. ഇനി എന്താ, വാട്ട് ഈസ് ദ പോയറ്റ് ചൈൽഡ്ഹുഡ് ഫിയർ? നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ വീണ്ടും വീണ്ടും ചോദിച്ചിരിക്കുന്നത്, ഷോർട്ട് ആൻസർ ആയിട്ടും പാരഗ്രാഫൊക്കെ ആയിട്ടും. പക്ഷേ നമ്മളത് എഴുതുന്ന ആൻസർ എഴുതുക, അതിൻ്റെ മാർക്കിനനുസരിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, വേറെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നിർത്തിയാലും, എനിക്ക് തോന്നുന്നത് 1 hour ആയിട്ടില്ല, എന്നാലും നമ്മൾ ചെറിയൊരു കുഞ്ഞു പോയല്ലേ, അപ്പം നമുക്ക് നിർത്താം. ഇത്രയും മതി തോന്നുന്നു. നിർത്തല്ലേ? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിർത്തട്ടെ. പാസേജ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം? പാസേജ് അതായത് നിങ്ങൾ ഇതാണോ പറയുന്നത്, നമ്മുടെ റീഡിങ് സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആണോ പറയുന്നത്? റീഡിങ് സെക്ഷനിലുള്ള പാസേജ് വായിച്ചിട്ട് ആൻസർ ചെയ്യണതല്ലേ? അത് ഞാൻ എന്നാലും ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ ഒരു എക്സാമ്പിൾ, അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ പറ്റുമോ നോക്കാം. പാസേജ് പക്ഷെ എന്താ ഡിഫിക്കൽട്ട് ആവാൻ കാരണം എന്താ ഡിഫിക്കൽട്ട്? അതായത് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുന്നു, അവർ ആൻസറും ഒരു 4 ആൻസർ തരില്ലേ, എന്നിട്ട് അത് നമ്മൾ ചൂസ് ചെയ്യല്ലേ? യെസ്, റീഡിങ് സെക്ഷൻ. അപ്പോൾ അത് എങ്ങനെയാണ്, എന്താണ്, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആവില്ല, ഭയങ്കര ക്രിട്ടിക്കൽ തിങ്കിങ്. അവിടെ നിങ്ങൾക്ക് ഈ റീഡിങ് സെഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് പഠിക്കാൻ തരുന്നതിൻ്റെ കാരണം തന്നെ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അത് ആർക്കും പറ്റും. അപ്പം നമ്മളുടെ ഒരു കണ്ടൻറ്റ് നമ്മൾ വായിക്കുമ്പോൾ അത് ഗ്രാസ്പ് ചെയ്യുക, എന്നിട്ട് അതിൽ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് എപ്പോഴും വായിക്കുക. ഞാൻ പറയാറില്ലേ, ഒരു ചാപ്റ്റർ കേട്ട് കഴിഞ്ഞാൽ വായിക്കണം, എന്ത് ചപ്പച്ചവർ എവിടെ കിട്ടിയാലും വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് ആ സ്കില്ല് വലുതാവുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ട് 2-3 ക്വസ്റ്റ്യൻസ്, ഞാൻ നോക്കട്ടെ, പക്ഷേ എങ്ങനെ അതിൻ്റെ വീഡിയോ ചെയ്യാം എന്നൊന്ന് ആലോചിക്കണം. എന്നിട്ട് അതല്ലെങ്കിൽ ഡിസ്കഷൻ പോലെ ഞാൻ ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കും ഒന്ന് പഠിക്കണം, ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ എന്താണ് നമുക്ക് അത് ഈസി ആക്കാനുള്ള വല്ല ട്രിക്കോ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ അതായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പേടിക്കണ്ട, ഞാൻ ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ബോർഡ് എക്സാം എന്നാ തുടങ്ങുന്നത് ഒന്ന് എഴുതി അറിയിക്കണം, മറക്കരുത് കേട്ടോ. നാട്ടിൽ ഞാൻ നോക്കാറുണ്ട്, എന്നാലും നിങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും നാട്ടിൽ അങ്ങനത്തെ റിലേറ്റഡ് സംതിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇമെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനും അപ്ഡേറ്റ് ആയിട്ടിരിക്കും, മനസ്സിലായ? റീഡിങ് സെക്ഷൻ നമുക്ക് ചെയ്യാം, നോ പ്രോബ്ലം. ഇനി പിന്നെന്താ, റീഡിങ് സെക്ഷൻ ട്വിസ്റ്റ് ഓക്കെ, നമുക്ക് ചെയ്യാം, നോക്കാം. റീഡിങ് സെക്ഷൻ നമ്മൾ പിടിക്കാം, നോ പ്രോബ്ലം. യെസ്, അത് ശരിയാണ്, കൺഫ്യൂസ്ഡ് ആക്കും, എനിക്കത് അറിയാട്ടോ. നമുക്ക് നോക്കാം. വേറെ എന്താണ്? ഡിസംബർ 3 ആണോ?
3rd ഡിസംബർ. ഓ മൈ ഗോഡ്. അതായത് പിന്നെ ബോർഡ് എക്സാം തുടങ്ങുന്നത് December 3rd ആണോ? ഇറ്റ്സ് ടു നിയർ റൈറ്റ്? ഇറ്റ്സ് ടു നിയർ. ബട്ട് നമ്മളൊരു ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു അല്ലേ? നമ്മൾ റീഡിങ് സെക്ഷൻ നമ്മൾ തൊട്ടിട്ടില്ല, ബട്ട് ലിറ്ററേച്ചർ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. അതുപോലെ തന്നെ റൈറ്റിംഗ് സെക്ഷനും ഇനി എന്താ ഉള്ളത്? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എസ്സേ ചെയ്തിട്ടുണ്ട്, ലെറ്റർ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഐ വിൽ ഞാനൊന്ന് ഫാസ്റ്റ് ആക്കാം. നോ പ്രോബ്ലം. എനിക്ക് 2 ദിവസം കൂടി ഉള്ളൂ ഫ്രീ ആയിട്ട് എൻ്റെ കയ്യിൽ. അത് കഴിഞ്ഞാൽ ഞാൻ റെസ്യൂം ചെയ്യും ജോലിയിൽ വീണ്ടും. അപ്പോൾ അഗൈൻ ടൈറ്റ് ഷെഡ്യൂൾ ആവും, ബട്ട് സ്റ്റിൽ ഞാൻ നോക്കാം. നോ വറീസ്. ദെൻ അടുത്തു അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് നോട്ടീസ്. യെസ്, നമ്മൾ ചെയ്തിട്ടില്ല. ഞാനത് നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വി വിൽ ഡു വെരി സൂൺ. ഓക്കെ, ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ലൈവിൽ വരും, ഞാൻ എന്നിട്ട് ക്ലാസ് എടുക്കും. എനിക്ക് തോന്നുന്നു അതായിരിക്കും നല്ലതെന്ന്. അപ്പം എനിക്കും ലാഭം, മീൻസ് ടൈം. ഈ വീഡിയോ എടുക്കാൻ ഈ വീട്ടിലെ സമയം സന്ദർഭവും ഒത്തുവരാൻ പ്രശ്നമുണ്ട്. അങ്ങനെ പറ്റിയിരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈവിൽ വരും, ഞാനത് എടുക്കും ക്ലാസ്. എൻ്റെ മുന്നിൽ നിങ്ങളെല്ലാവരും ഇരിക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ക്ലാസ് എടുക്കും. ഓക്കെ, അപ്പം എനിക്കത് ഈസി, മനസ്സിലായ? അതെല്ലാം ഞാൻ ചെയ്ത് പരിചയം. വീഡിയോ എടുക്കലും ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇപ്പോൾ തുടങ്ങിയതല്ലേ. നമുക്ക് പരിചയമുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായ? ഓക്കെ, നമുക്ക് നോക്കാം. നോ പ്രോബ്ലം. ഇത് ഞാൻ വരാം. നമുക്കൊരു ലൈവ് വേണമെങ്കിൽ റീഡിങ് സെഷനിൽ വരാം. ഓക്കെ, അത് ഞാൻ ഒന്ന് പഠിക്കണം. എനിക്കൊന്നുകൂടി നന്നായി ഒന്ന് പഠിക്കാണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണ്ടേ അതിൻ്റെ ട്രിപ്പും കാര്യങ്ങളും. അപ്പോൾ ഞാൻ 2-3 ഇത് ചെയ്യണം, എക്സസൈസ് ചെയ്ത് നോക്കണം. ഓക്കെ, വേറെ ഒന്നും ഇല്ലല്ലോ, നമുക്ക് നിർത്തിയാലോ എന്നാൽ. അപ്പോൾ മറക്കണ്ട, എല്ലാവരും ഉഷാറായിട്ടിരിക്കുക, പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിച്ച് പഠിക്കുകയല്ല, ചെയ്ത് പഠിക്കുക. പെന്നും പേപ്പറില്ലാത്ത പഠനം നമുക്ക് വേണ്ട കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുക, എഴുതി നോക്കുക, നമ്മുടെ സ്വന്തം ആൻസർ അതിലൂടെ നമ്മൾ പഠിച്ചോളും. ഓക്കെ, അതുപോലെ മറക്കരുത്, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ക്ലാസ്മേറ്റ്സും സ്കൂൾ മേറ്റ്സിനോടൊക്കെ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വരാൻ പറയണം. അവരുടെ അടുത്ത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുവെച്ചെങ്കിൽ ജോയിൻ ചെയ്യാൻ പറയണം ക്ലാസ് റൂമിൽ. ഓക്കെ, ക്ലാസ് റൂം അങ്ങോട്ട് പരക്കട്ടെ, എല്ലാവരിലേക്കും എത്തട്ടെ. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സിൽ. നമ്മൾ വലിയൊരു ഗ്രൂപ്പ് ആവാൻ പോവാണ്. അത് വലിയ സന്തോഷമുള്ള കാര്യം, പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നിർത്താം മക്കളെ, കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത ലൈവിലൂടെ കാണാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക, കമൻ്റായിട്ട് അറിയിക്കാം, ഇമെയിൽ ചെയ്യുക. ഓക്കെ, ശരി, അപ്പോൾ പോവാം. ഓക്കെ, ബൈ. സീ യു ഓൺ നെക്സ്റ്റ് ലൈവ് മേ ബി. ബൈ.